പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 9 തിങ്കൾ. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് വൈറൽ പനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിർദ്ദേശങ്ങളുമായി ആരോഗ്യ വിദഗ്ധർ. ഇൻഫ്ലുവൻസ വാക്സിൻ സ്വീകരിക്കുന്നതിലൂടെ പ്രതിരോധശേഷി ഉറപ്പുവരുത്താനാകും. ക്ഷീണമോ പനിയുടെ ലക്ഷണങ്ങളോ ഉള്ളവർ ചികിത്സ തേടണമെന്നും വിദഗ്ധർ നിർദ്ദേശിച്ചു. കാലാവസ്ഥാ മാറ്റത്തെ തുടർന്ന് രാജ്യത്ത് പനിബാധിതർ കൂടുകയാണ്. നിരവധി പേരാണ് ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രതിദിനം ചികിത്സ തേടിയെത്തുന്നത്. പനിബാധിതരാകുന്നവർക്ക് തുടർച്ചയായി ദിവസങ്ങളോളം അസുഖം തുടരുകയും കനത്ത ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നു. പനി കാരണം ജോലിസ്ഥലങ്ങളിൽ പലരും അവധിയെടുക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കാഴ്ച. വരും ദിവസങ്ങളിലും കാലാവസ്ഥ മാറ്റം ഉണ്ടാകുമ്പോഴും പനിബാധിതരുടെ എണ്ണം ഉയർന്നേക്കാം എന്നതിനാൽ സൂക്ഷ്മത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. 60 വയസ്സിന് മുകളിലുള്ളവർ, ശ്വാസകോശം, വൃക്ക, കരൾ, ഹൃദയം, നാഡീസംബന്ധമായ രക്തം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ, മുതിർന്നവരിലും കുട്ടികളിലും അനിയന്ത്രിതമായ പ്രമേഹവും അമിതവണ്ണവും അനുഭവിക്കുന്നവർ, ഉംറ തീർത്ഥാടകർ, ആരോഗ്യമേഖലയിലെ തൊഴിലാളികൾ, ഗർഭിണികൾ, 2 വയസ്സുള്ള കുട്ടികൾ എന്നിവർക്ക് വാക്സിൻ സ്വീകരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. പൗരന്മാർക്കും താമസക്കാർക്കും സ്വകാര്യ ആരോഗ്യ മേഖലയിലും വാക്സിൻ ലഭ്യമാണ്. ശ്വാസകോശ വ്യവസ്ഥയെ ബാധിക്കുന്നതും ഗുരുതരമായ സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാവുന്നതാണെന്ന് ഇൻഫ്ലുവൻസ അണുബാധ ഒഴിവാക്കാൻ അടുത്തുള്ള ആരോഗ്യ സ്ഥാപനം സന്ദർശിച്ച് വാക്സിൻ സ്വീകരിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ശരീരവേദന, ജലദോഷം, മൊത്തത്തിലുള്ള ക്ഷീണം എന്നിവയ്ക്ക് കാരണമാകുന്ന കാലാനുസൃതമായ പകർച്ചവ്യാധിയാണ് ഇൻഫ്ലുവൻസ വൈറസ്. ഇത് ചിലപ്പോൾ മിക്ക ആളുകളും പനിയിൽ നിന്നും മറ്റ് ലക്ഷണങ്ങളിൽ നിന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ വൈദ്യസഹായം ആവശ്യമില്ലാതെ സുഖം പ്രാപിക്കാറുണ്ട്. എന്നിരുന്നാലും ഇൻഫ്ലുവൻസ ഗുരുതരമായ രോഗത്തിനോ മരണത്തിനോ കാരണമാകും. പ്രത്യേകിച്ച് പ്രായമായവർ, ഗർഭിണികൾ, ആരോഗ്യ പ്രവർത്തകർ, ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവർ എന്നിവരിൽ. ധോഫാർ ഗവർണറേറ്റിൽ നടന്ന ഫ്രാങ്കിസൺസ് ഫെസ്റ്റിവൽ സന്ദർശിച്ചത് 51,000-ൽ പരം സഞ്ചാരികളെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം. നവംബർ 27-ന് ആരംഭിച്ച ഫെസ്റ്റിവൽ ഡിസംബർ 6-നാണ് സമാപിച്ചത്. ലാൻഡ് ഓഫ് ഫ്രാങ്കിൻസൺസിലെ അൽ-ബലീദ് ആർക്കിയോളജിക്കൽ പാർക്ക്, സംഹറം ആർക്കിയോളജിക്കൽ പാർക്ക്, വാദി താക്ക നേച്ചർ റിസർവ് തുടങ്ങിയ സ്ഥലങ്ങളിലായാണ് ഫെസ്റ്റിവൽ അരങ്ങേറുന്നത്. ബോട്ടിംഗ്, ഭക്ഷ്യമേള തുടങ്ങിയ വ്യത്യസ്തങ്ങളായ അനുബന്ധ പരിപാടികളാണ് അരങ്ങേറിയത്. കുന്തിരിക്ക കേന്ദ്രങ്ങളുടെ ചരിത്രപരമായ സവിശേഷതകളും മറ്റും ഉയർത്തിക്കാട്ടുകയായിരുന്നു മേളയുടെ ലക്ഷ്യം. ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രി വിലായത്തിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം. തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അഗ്നിശമന സേനയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നിരവധി സാധനങ്ങളാണ് കത്തിനശിച്ചത്. അപകട കാരണം വ്യക്തമല്ല. വീടുകളിൽ തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ആവശ്യപ്പെട്ടു. സീബ് വിലായത്തിലെ സാമൂഹിക ക്ഷേമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ സീബ് ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഷറാദി ജുമാ അൽ ഹബസി പോളി ക്ലിനിക്കുമായി ചേർന്നാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മെഡിക്കൽ ക്യാമ്പിൽ 150ഓളം പേർ പങ്കെടുത്തു. സാമൂഹിക പ്രവർത്തകരായ ഗോപൻ കാപ്പിൽ, സനൽകുമാർ, നവീൻ മൻസൂർ, പുരുഷൻ ഹണിമംഗലം, രാജു ജോൺ, വിനോദ് രാജേന്ദ്ര പ്രസാദ്, കലാപുരുഷൻ, റമിനാസ് ഇക്ബാൽ, വിപിൻ ചേറായി, ദേവദാസ്, നൌഫൽ എന്നിവർ നേതൃത്വം നൽകി. സമസ്ത ഇസ്ലാമിക് സെന്റർ റൂവി യൂണിറ്റ് കമ്മിറ്റി നിലവിൽ വന്നു. റൂവി സുന്നി സെന്റർ ഓഫീസിൽ നടന്ന യോഗത്തിൽ SICയുടെ ഭാവി പ്രവർത്തനങ്ങളും പദ്ധതികളും ചർച്ചയായി. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതിക്ക് ബീജാവാപം നൽകി പണ്ഡിതവരേണ്യരായ പൂർവിക നേതാക്കളുടെ ഒത്തൊരുമയും ദീർഘവീക്ഷണവുമാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ച മുഹമ്മദ് അലി ഫൈസി നടമ്മൽപ്പൊയിൽ സൂചിപ്പിച്ചു. റിട്ടേണിംഗ് ഓഫീസർ KP ജാസിം അഷ്ഹരി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. അനധികൃത തെരുവ് കച്ചവടങ്ങൾ വ്യാപിച്ചതോടെ കർശന നടപടികളുമായി നഗരസഭാ അധികൃതർ. ഉപഭോക്താക്കൾ കൂടുതലായി തേടിയെത്തുന്ന ഉൽപ്പന്നങ്ങളാണ് വാഹനങ്ങളിൽ വെച്ചും വഴിയരികിലെ മരത്തണലിലും കച്ചവടം തകൃതിയായി നടക്കുന്നത്.
അധികൃത ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്കെത്തുന്നവയിൽ ഏറെയും. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതിനാലാണ് നഗരസഭ പരിശോധിക്കുന്നത്. അനുമതിയില്ലാതെ കച്ചവടം നടത്തുന്നവരാണ് ഇവരിൽ ഏറെയും. പഴം, പച്ചക്കറികളാണ് ഇത്തരത്തിൽ വഴിക്കച്ചവടക്കാരിൽ നിന്ന് കൂടുതലായി ലഭിക്കുന്നത്. തണ്ണിമത്തൻ, ഓറഞ്ച്, മുസംബി, വാഴപ്പഴം, മുന്തിരി തുടങ്ങിയവ തെരുവിലെത്തുന്ന കച്ചവടക്കാരിൽ നിന്ന് ലഭിക്കും. വില കുറയുന്നതും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു. രാജ്യത്തെ ഫാമുകളിൽ നിന്നും പഴം, പച്ചക്കറി മാർക്കറ്റുകളിൽ നിന്നും ശേഖരിച്ചാണ് ഇവ വിപണിയിൽ എത്തിക്കുന്നത്. ഇവ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. ചരക്ക് കപ്പലിൽ മെഡിക്കൽ എമർജൻസി ഉണ്ടായ 2 പേരെ രക്ഷപ്പെടുത്തിയതായി UAE നാഷണൽ റെസ്ക്യൂ സെന്റർ അറിയിച്ചു. അൽഹംഡിയ തുറമുഖത്ത് നിന്ന് 6.5 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. റിപ്പോർട്ട് ലഭിച്ചതോടെ കപ്പൽ കണ്ടെത്തുന്നതിന് കോസ്റ്റ് ഗാർഡ് ഗ്രൂപ്പുമായി ഏകോപിപ്പിച്ച് പ്രവർത്തനം നടത്തി. ഗൾഫ് കപ്പ് T20 കിരീടം നിലനിർത്താൻ ഒമാൻ ഒരുങ്ങുന്നു. ഈ വർഷം ഡിസംബർ 13 മുതൽ 21 വരെ ദുബൈയിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ഒമാൻ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, സൗദി അറേബ്യ എന്നീ 6 ടീമുകൾ ആണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. ആദ്യഘട്ട മത്സരത്തിൽ ACC അക്കാദമി ഗ്രൗണ്ടിലാണ് നടക്കുക. ദുബൈ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആകും ഫൈനൽ. ഒമാൻ ടീം ഡിസംബർ 11 UAEയിലേക്ക് പുറപ്പെടും. ഡിസംബർ 14 ആതിഥേയരാകുന്ന UAEക്കെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം. തുടർന്ന് ഖത്തർ ഡിസംബർ 15, കുവൈത്ത് ഡിസംബർ 17, ബഹ്റൈൻ ഡിസംബർ 18, സൗദി അറേബ്യ ഡിസംബർ 19 എന്നിവയ്ക്കെതിരെയാണ് മറ്റു മത്സരങ്ങൾ. ഡിസംബർ 21 ഫൈനൽ നടക്കും. ഒമാന്റെ സമീപകാല നേട്ടങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണെന്നും അടുത്തിടെ നെതർലൻഡ്സിനെതിരായ T20യിലെ വിജയം ടീമിന്റെ മനോവീര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഒമാന്റെ പരിശീലകൻ ദുലീപ് മെൻഡ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മികച്ച പ്രകടനം നടത്തി ടീമിന് കിരീടം നിലനിർത്താൻ സാധിക്കണമെന്നും ഏത് വെല്ലുവിളികളും നേരിടാൻ തയ്യാറാണെന്നും കോച്ച് വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം നടന്ന പ്രഥമ ഗൾഫ് കപ്പിൽ UAEയെ പരാജയപ്പെടുത്തിയാണ് ഒമാൻ കിരീടത്തിൽ മുത്തമിട്ടത്. ഗൾഫ് കപ്പ് T20 മേഖലയിലെ ക്രിക്കറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും കായിക രംഗത്ത് വളരാനുമുള്ള മികച്ച വേദിയാണ്. പരിചയസമ്പന്നരായ ക്യാപ്റ്റൻ ജതീന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ടീം വീണ്ടും കപ്പുയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. കലാ മസ്കത്ത് സംഘടിപ്പിക്കുന്ന കോർപ്പറേറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ട്രോഫി അനാച്ഛാദനവും ഗ്രൂപ്പ് നിർണയവും നടന്നു. ഈ മാസം 13 അൽഹൈൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഒമാനിലെ പ്രശസ്തരായ 8 കോർപ്പറേറ്റ് ക്രിക്കറ്റ് ടീമുകളാണ് മാറ്റുരയ്ക്കുക. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് മത്സരങ്ങൾ ആരംഭിക്കും. ടൂർണമെന്റിൽ വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡിനും പുറമെ നിരവധി വ്യക്തിഗത പുരസ്കാരങ്ങളും നൽകും. ഒമാനിൽ കലാ-സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന കലാ മസ്കത്ത് ആദ്യമായാണ് കോർപ്പറേറ്റ് ക്രിക്കറ്റ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ഫിനാൻസ് ഡയറക്ടർ നിതീഷ് കുമാർ, സാമൂഹിക പ്രവർത്തകൻ മനോജ് പെരിങ്ങോത്ത് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.